ഖുർആൻ ഓതുന്നതിനെ പറ്റി മുത്തുനബി പറഞ്ഞൊരു ഹദീസും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആനി ഫലഹു ഹസന ലാ അഖൂലു അലിഫ് ലാം മീം അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഒരക്ഷരം ഒരാൾ ഓതിയാൽ, ഒരക്ഷരം ഓതിയാൽ, ഖുർആനിൽ ഒരക്ഷരം ഓതൽ എങ്ങനെ? ഓതുമ്പോൾ ഒരു അക്ഷരം ഓതിയിട്ട് കാര്യമല്ല. അ എന്ന് പറഞ്ഞാണ് നിർത്തിയേ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അ, അതുകൊണ്ട് കാര്യമല്ല. ഓതുമ്പോൾ ഒരു വാക്യം, ഒരു കലിമത്തെങ്കിലും ഒരു വേഡ് എങ്കിലും ഓതണം. നൂൻ, അതൊരു അക്ഷരമല്ല, അതൊരു വേഡാണ് അല്ലേ? അതൊരു വേഡാണ്. എത്ര അക്ഷര? 3 അക്ഷരം. ആദ്യത്തിലും അവസാനത്തിലും നൂന്, നടുവിൽ വാവ്, അതാണ് നൂൻ. 3 അക്ഷരമാണത്. അപ്പം നൂൻ എന്ന് ഓതിയാൽ എത്ര കൂലിയായി? 30 കൂലിയായി. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒരക്ഷരത്തെ ഓതിയാൽ, ഒരു വേഡ് ഓതുമ്പോൾ അതിൽ അക്ഷരം ഓതും, ഒരക്ഷരത്തെ ഓതിയാൽ ഫലഹു ഹസന, അതിന് ഒരു പുണ്യകർമ്മം ചെയ്ത കൂലിയ, ഒരു ഇബാദത്തിൻ്റെ കൂലി. വൽ ഹസനത്തു, ഏതൊരു ഇബാദത്തും ബി അശ്രി അംസാലിഹ, 10 ഇരട്ടി കൂലിയുണ്ട്. അപ്പോൾ പിന്നെ മുത്തനബി പറയാണ് ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ അതൊരു അക്ഷരമാണെന്ന് ഞാൻ പറയണില്ല, അത് ഒറ്റക്ഷരമല്ല. അതങ്ങനെ പറയാൻ കാരണം അത് എഴുത്തിൽ അങ്ങനെയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അവിടെ അലം എന്ന് എഴുതിയതും അലിഫ് ലാം മീം എന്നുള്ള ഇടത്ത് എഴുതിയതിലുണ്ട് ഒരുപോലെ തോന്നും. അപ്പോൾ അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എഴുത്തിലുള്ളതല്ല നോക്കുന്നത്, ഉച്ചാരണത്തിലുള്ള നോക്കുന്നത്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അത് അക്ഷരാന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഖുർആനിൽ എവിടെ പാരായണം ചെയ്യുന്നുവോ അത് ഒരക്ഷരമാണ്. അലിഫ് ലാം മീം എന്നാണ് അലിഫ്, അലിഫ് ലാം മീം, ആ അലിഫല്ല പറഞ്ഞത് കേട്ടോ. ആ അലിഫ് ഒരു അർഫാന്നല്ല പറയുന്നത്. ആ ഒരു അലിഫ്, ആ അലിഫ് എന്നാൽ 3 അർഫാണ്. അത് അലിഫുൻ എന്ന് പറഞ്ഞത്, അലിഫുൻ എന്ന് പറഞ്ഞ എവിടെ വന്ന അലിഫുൻ, വിശുദ്ധ ഖുർആനിൽ എവിടെ വന്ന അലിഫും. ആ അലിഫ് എന്ന് പറഞ്ഞതിൽ ഒരു അലിഫുണ്ട്, വേറെ ലാമുണ്ട്, പിന്നെ ഒരു ഫാഉ ഉണ്ട്. അപ്പോൾ അലിഫ്, വലാകിൻ അലിഫുൻ, ഏതൊരു അലിഫ് അക്ഷരവും ഹർഫുൻ, അതൊരു ഹർഫാണ്. വലാമുൻ, ഏതൊരു ലാമായ അക്ഷരവും ഹർഫുൻ, അതൊരു ഹർഫാണ്. വമീമുൻ, ഏതൊരു മീമായ അക്ഷരവും ഹർഫുൻ, മറ്റൊരു ഹർഫാണ്. അപ്പോൾ മൊത്തത്തിലായി അലിഫുൻ, അലിഫ് ലാം മീം, അതിന് 30 കൂലി. പക്ഷെ അലിഫ് ലാം മീം നോദിയാലോ 90 കൂലിയായി. ഇമാം ത്വയ്ബി ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെ പറഞ്ഞു കാണും, 90 കൂലിയായി. മറ്റാണ് പല, ആ ഹദീസിന് തന്നെ പല റിപ്പോർട്ടുകളുണ്ട്. അലിഫ് ലാ അഖൂലു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ഹർഫുൻ, അങ്ങനെയുണ്ട്. ദാലിക്കൽ കിതാബ് വരെ ഒക്കെ ഭാഷയിൽ മുത്തനബിൻ്റെ കാലത്ത് ഹർഫ് എന്ന് പറയുന്നതിന് വാക്ക്, വേഡ്, അക്ഷരം, വാക്യം എന്നൊക്കെ അർത്ഥങ്ങളുണ്ടായിരുന്നു. ഈ പല അർത്ഥങ്ങൾക്ക്, നാനാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വേഡായിരുന്നു ഹർഫ് എന്നത്. അതുകൊണ്ട് മുത്തനബി ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തു. ലാ അഖൂലു, പല നാനാർത്ഥങ്ങളുള്ള വാക്ക് പറഞ്ഞാൽ വിശദീകരണം കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് മൻ ഖറഅ ഹർഫൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്യമല്ല, വേഡുമല്ല, അക്ഷരമാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ഹർഫുൻ വലാകിനിൽ അലിഫു ഹർഫുൻ വല്ലാമു ഹർഫുൻ വൽമീമു ഹർഫുൻ വദ്ദാലു ഹർഫുൻ വൽ അലിഫു ഹർഫുൻ വൽ കാഫു ഹർഫുൻ. അങ്ങനെ കാണാൻ വേറെ റിപ്പോർട്ട്. ദാലിക്കൻ്റെ അവിടെ ദാല്, പിന്നെ ഒരു അലിഫ്, പിന്നെ ലാമ് എന്നൊക്കെ പറഞ്ഞിട്ടും വലാകിനിൽ അലിഫു, അൽ അലിഫ് എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അൽ അലിഫ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ
അക്ഷരത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു. എന്നല്ലാതെ അലിഫ് ലാം മീം എന്ന് ഓതുന്ന അലിഫിനെ പറ്റിയല്ല പറയുന്നത്. ചുരുക്കത്തിൽ അലിഫ് ലാം മീം എന്ന് ഓതേണ്ടതുപോലെ ഓതിയാൽ തന്നെ അതിന് 90 കൂലിയുണ്ട്. പിന്നെ ഖുർആന് ഇമാം നബവി റഹിമഹുല്ലാ അവരുടെ അദ്കാറിൽ പറഞ്ഞതായി കാണാം, ദിക്റുകളെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമേറിയ ദിക്ർ അത് വിശുദ്ധ ഖുർആനാണ്. അത് ഓതുന്നതിന് കുറേ മര്യാദകളുണ്ട്. അതൊക്കെ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും.